ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൺ. ഇന്ന് ഞാൻ നോമ്പ് തുറക്കാനായി ഒരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടി ഞാൻ 200 ഗ്രാം ബോൺലെസ് ചിക്കന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണിത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഞാൻ കുറേയായി വീഡിയോ ഒന്നും ചെയ്യലില്ല. വീട്ടിൻ്റെ പണിയെടുക്കുന്നത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റലില്ല. അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രൈ ആക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഈ ചിക്കൻ പീസസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ആക്കുമ്പോൾ അധികം ഹാർഡായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, അന്നേരം ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്നില്ല അതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി, അധികം ഹാർഡാക്കി എടുക്കണ്ട. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഈ ഫ്രൈ ആക്കിയെടുത്ത എണ്ണയിലേക്ക് തന്നെ ഞാൻ ഇതിൻ്റെ മസാലയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ചിക്കൻ ഫുള്ളായിട്ട് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 വലിയ സവാള അധികം ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല, വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ചില്ലി ചിക്കനെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു വലിപ്പത്തിലാണ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് വേഗം വഴന്നു വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് മസാല റെഡിയാക്കാം. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കമാണ് ഞാൻ പകുതിയായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ടൊരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. അതിന് ശേഷം ഞാൻ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്കിന്. ഞാൻ വെറുതെ പറയുന്നതല്ല, നോമ്പൊക്കെ തുറന്ന് ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്നാക്ക് റെഡിയാക്കാൻ തുടങ്ങിയാണ്. മസാല കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണിത്. ഞാൻ സ്പൈസി ആയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഉണ്ടാക്കിയ മയോണൈസാണ്. പിന്നെ ബണ്ണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ഈ ബണ്ണെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ മയോണൈസ് സ്പ്രെഡാക്കി കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്യുന്നു ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് കുറച്ച് വീതിയിലാക്കിയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, കിടിലൻ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ.
അപ്പോൾ ഇത് ഞാൻ നിറച്ചിട്ട് ഒരു മല്ലിയില ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ ഇത് എൻ്റെ സ്നാക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല വീഡിയോ ഇട്ട് കാണാം. അസ്സലാമു അലൈക്കും. റമദാൻ മുബാറക്.